രാജാവിന് സ്വപ്ന ദർശനം ഉണ്ടാവുകയും താൻ കിടക്കുന്ന തലയണയുടെ അടുത്ത് തന്നെ ഒരു നാന്തകം വാൾ വെച്ചിട്ടുണ്ടെന്നും മീനഭരണി കഴിഞ്ഞു വരുന്ന നാൾ മുതൽ 12 ദിവസം തിരുവൈക്കത്തപ്പന്റെ വടക്കുപുറത്ത് ഞാൻ വന്ന് ഈ ദുരിതങ്ങൾ മാറ്റിത്തന്നോളാം. എനിക്കായിട്ട് നിങ്ങൾ കളമ്പാട്ടും അതിന്റെ വഴിപാടുകളെല്ലാം മനസ്സോടെ തരിക. അതിൽ പ്രീതി കൊണ്ട് ഈ ദേശത്തിന്റെ ദുരിതങ്ങളും വ്യാധികളും ഒഴിച്ച് ആ ഐശ്വര്യത്തെ പ്രാപ്തമാക്കി തരാൻ വേണ്ടി ചെയ്യണം. രാജാവ് നോക്കുമ്പോൾ കാണുന്ന നാന്തകം വാളുമെന്ന് സത്യമായിരുന്നു ബാലിക പറഞ്ഞത്. അങ്ങനെ നാന്തകം വാളുമായി തിരുവൈക്കത്തപ്പന്റെ ഈ മണ്ണിൽ വന്ന് പുതുശ്ശേരി കുറുമ്പന്മാരെ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന തരത്തില് ഇതുവരെ നടത്താത്ത രീതിയിലുള്ള വിധാനത്തിൽ അമ്മയുടെ പൂർണ്ണമാകുന്ന കളംപാട്ട് നടത്തണം. ഇത്രയും വലിയൊരു കളം അതിവിടെ മാത്രം. അത്രയേറെ പ്രാധാന്യത്തോടുകൂടി ആദ്യത്തെ 4 ദിവസം 8 കൈകളോടുകൂടിയും പിന്നീട് വരുന്ന 4 ദിവസത്തിൽ 16 കൈകളോടുകൂടിയും അതിനുശേഷം വരുന്ന 3 ദിവസം 32 കൈകളോടുകൂടിയും അവസാന ദിവസം ഏറ്റവും ദാനത്തിൽ ഏറ്റവും പരമപ്രാധാന്യമാകുന്ന അമ്മയുടെ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞതുപോലെ അവതാര സമയത്ത് ദേവാദിദേവന്മാർ മുഴുവനും കൊടുത്ത ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് 64 കൈകളോടുകൂടിയുള്ള അമ്മയുടെ പൂർണ്ണ രൂപം ദർശിക്കണമെങ്കിൽ ഈ ലോകത്ത് ഈ ഒരു ഭൂമിയിലല്ലാണ്ട് വേറെ ഒന്നും ദർശിക്കാൻ സാധ്യമല്ല. പ്രകൃതിദത്തമാകുന്ന 5 വർണ്ണങ്ങൾ കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷ സാന്നിധ്യമേകുന്ന ഈ കളം കുറുപ്പന്മാർ തന്നെ പൂജ കഴിച്ച് ഈ സങ്കടങ്ങളെല്ലാം അമ്മയിലേക്ക് ഉണർത്തിക്കുകയാണ്. അമ്മയെ ആരാധിക്കുന്ന ഈ സജ്ജനങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറുവാൻ അമ്മയോടുള്ള പ്രാർത്ഥന. ഉത്തമ സ്ത്രീകൾ വന്ന സ്ത്രീകളും മംഗല്യം നേടാൻ ആഗ്രഹിക്കുന്ന ബാലികമാരും എല്ലാം സ്ഥാനപ്രിയോടുകൂടി അമ്മയെ കളത്തിൽ എതിരേറ്റു കൊണ്ടുവന്ന് കളംപൂജ നടത്തി പ്രീതികളെല്ലാം വരുത്തിക്കൊണ്ട് നൃത്തവാദ്യഗീതമാകുന്ന സ്തുതിഗീതങ്ങളും വേദങ്ങളും വാക്യങ്ങളും എല്ലാം നടത്തി അമ്മ ഉത്തമ മന്ത്രങ്ങൾ കൊണ്ടും ഉത്തമ പുഷ്പങ്ങൾ കൊണ്ടും ഉത്തമമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ രസങ്ങളെല്ലാം സ്വീകരിച്ചമ്മ പ്രസന്നവതിയായി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഏറ്റവും ധന്യനിമിഷം. ഇന്ന് 32 കൈകൾ കൊണ്ട് പൂർത്തിയാകുന്ന ദിനമാണ്. ഇനി ഇങ്ങനെയൊരു വിധാനം നമ്മൾ കാണുമെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം കാത്തിരിക്കണം. നിങ്ങളെല്ലാവരും മനസ്സ് നിറഞ്ഞ ഭക്തിയോടുകൂടി ഈ കളപ്പാട്ടുകൾ അമ്മ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പീഠത്തിലിരിക്കുന്ന ആ ചൈതന്യത്തിൽ അമ്മയെ പീഠത്തിൽ ഇരുത്തിക്കഴിഞ്ഞാൽ തന്റെ രൂപം എന്താണെന്ന് ധ്യാനപ്രകാരം എഴുതി കാണിക്കുകയാണ്. വിലാസത്തിൽ വരച്ച കളം എവിടെ കുറിക്കുന്നുവോ, കുറുപ്പ് എവിടെ കളം കുറിക്കുന്നു അവിടെ കാളിയായ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ആരാധിക്കുന്നു അവർക്ക് ഭദ്രങ്ങൾ വരുത്തി നീ നന്മ വരുത്തി കൊടുത്തിടണം. വിത്തോടകളും നിലങ്ങളും തടച്ചിടണം. ഐശ്വര്യവും സമ്പത്തും വർദ്ധിച്ചിടണം. അനവധി മന്ത്രങ്ങൾ ആ ചുറ്റുപാട്ടിലുണ്ട്. അങ്ങനെ ഇത് സത്യമായിട്ട് 100% സത്യമാകുന്ന ഒരു ശാസ്ത്രം അനുഷ്ഠാനമായതുകൊണ്ടാണ് കാലങ്ങൾ അതിജീവിച്ച് ഈ ചടങ്ങ് എന്നും ഇത്ര പ്രൗഢിയോടുകൂടി ആചാരത്തിന്റെ പെരുമയോടുകൂടി ഗരിമയോടുകൂടി നടത്തപ്പെടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും ആത്മസമർപ്പണവുമാണ് ഈ ചടങ്ങ് ഇത്രയും ശ്രദ്ധേയമാകുന്നത്. അത് തന്നെയുമല്ല, പ്രത്യക്ഷമാകുന്ന അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നത്. പ്രകൃതിദത്തമാകുന്ന 5 വർണ്ണങ്ങൾ കൊണ്ട് അമ്മയെ ആ കൈലാസത്തിൽ എഴുതി കാണിച്ച് രൗദ്രമാകുന്ന ഭാവം കളത്തിൽ ദർശിച്ച ഭഗവതി തന്റെ കനിയെ പൂർണ്ണമായും കളത്തിൽ ഉപേക്ഷിച്ചുവെന്ന് പ്രസന്നവതിയായി തീർന്നുവെന്നാണ് വിശ്വാസം. ആ കുറുപ്പിനെ ഭൂമിയിൽ അയച്ച് ഇവിടെ കളം കുറിക്കുന്നു, അവിടെ കാളിയായ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ദേശത്തിലെ ഭദ്രങ്ങൾ വരുത്തി കൊടുത്ത് അനുഗ്രഹിക്കാൻ ലഭിക്കുകയാണ്. അതിൽ കളംപാട്ട് നടക്കുന്ന കേരളത്തിൽ ഇത്രയും വിധാനത്തോടുകൂടി ഒരു ഭൂമിയുണ്ടെങ്കിൽ ഐക്യത്തിന്റെ ഭൂമിയായ ഈ ഐക്യത്വം മാത്രമേ ഉള്ളൂ. എല്ലാവരും മനസ്സ് നിറഞ്ഞ ഭക്തിയോടുകൂടി കളംപാട്ട് ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പിറവി എപ്പോഴും ഇടണമെന്നില്ല. തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു കീർത്തനത്തില് ചില ഭാഗങ്ങളിലും ചില ഭാവങ്ങളിലും ആ പിറവിയുടെ ശബ്ദം ഉയർന്നു കേൾക്കണം. നല്ല ആളുകളുടെ ആർപ്പുവിളികളും ഉയർന്നു കേൾക്കണം. ഭക്തിയോടുകൂടി നമുക്ക് അമ്മയെ സ്തുതിക്കാം. നിങ്ങളെല്ലാം മനസ്സ് നിറഞ്ഞ ഭക്തിയുടെ ആനന്ദ ലഹരിയിലൂടെ കളംപാട്ട് കേൾക്കുക. അമ്മ അനുഗ്രഹിക്കട്ടെ. തിരുവൈക്കത്തപ്പനും ലീനാപുരത്തപ്പനും നമ്മളെ അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് നാളെ പൂർത്തിയാകുകയാണ്. ഏറ്റവും വിധാനത്തിൽ ഏറ്റവും പരമസ്വരൂപമായിരിക്കുന്ന പരമഭൈരവിയായിരിക്കുന്ന അമ്മയെ 64 കൈകളോടുകൂടി നാളെ പൂജിക്കപ്പെടുകയാണ്. ഇത് കണ്ട് ദർശിക്കുക, ആത്മസായുജ്യമടയുക. ഈ ജന്മത്തിൽ കിട്ടിയ നമ്മുടെ ഏറ്റവും മഹാഭാഗ്യം, ഇതുപോലുള്ള അനുഷ്ഠാനങ്ങളുടെ സമയം ഈ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്നത്. അത് ഈ പങ്കാളികളാக എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കളംപാട്ട് ആരംഭിക്കും.
കൊടുങ്ങല്ലൂരിൽ വാഴും ഭഗവതി തമ്പുരാട്ടി നിന്തിരുവടിയെ ശ്രീമൂലസ്ഥാനത്തിങ്കൽ നിന്നും ഈ പാട്ടുമണ്ഡപത്തിങ്കലന്മാരെഴുന്നള്ളിക്കൊള്ളുമ്പോൾ എന്തെല്ലാം അലങ്കാരങ്ങളെന്നാൽ കൊളുത്തിയൊരു വിളക്ക് കൊടിക്കൂടെ നന്നാക്കി വീരം ആവിയൻ മുഖയാടം പാട്ട് തന്നീരാമുദാനപ്പൊലി ജലഗന്ധ പുഷ്പരൂപം ദീപം നൃത്തം നാട്യം ഗീതം വേദം മനസ്സിന് വന്ദനയുമുള്ള ഈ 14 പൂജകളെ സ്തുതിച്ചലങ്കരിച്ചു വിളിക്കുമ്പോൾ ആരോമരനുടെ കൊടുങ്ങല്ലൂരവലും മൂലനായേ നിന്നിരുവടിക്കതിവാസമായുള്ള തിരുവയ്യാക്രമാമ്പുലി തിരുവടക്കുപുറത്തി പന്തലിൽ പാട്ടുമന്തലിൽ പൂമയിൽ പട്ടുകൊണ്ടുമേ വിധാനം ചെയ്ത് താമ്പൂലം കിളികൾ പാമ്പ് ചങ്ങഴി കുറുമുഴി വിച്ചകം കാനാറി ചമ്പരുത്തി ചമ്പകം ചെത്തിമാല പുതുമങ്ങൾ മലവും തൂക്കി വെളുത്ത പൂക്കുലയും തൂക്കി പഴങ്ങളും മലരും തൂക്കി പൊന്നപ്പൂ മല്ലികയും തൂക്കി പന്തൽ നാനകമടിച്ചു പനനീരാൽ തളിച്ചു മെഴുകി പനനീരാൽ തളിച്ചു മെഴുകി ചന്ദ്രനായി കളമെഴുകി സ്തുതിച്ചിടിനാനന്ദേ ചന്ദ്രമായി കളമെഴുതി ചന്ദ്രമായി കളമെഴുതി ചേലിൽ പൂവിതാനവും അതിനോ കീർത്തനമിട്ടോ ചേലിൽ പൂവിതാനവും അതിനോ കീർത്തനമിട്ടോ ചേലോത്തമണി വീടോ പുലിത്തോലോ കൊള്ളുന്നേ പെണ്ണില
ഈശ്വരി ശാശ്വതി ചണ്ഡികേ ദാരികദാനവ അസുരധ്വംസിനി ഭദ്രകാളി മഹാകാളി ദംഷ്ട്രാകരാളാനനെ വിഭക്തോദയം വാഴ്ത്തുവാനാമില്ലവാചസ്പതിക്കും ഭജോ വൈഭവം നൂനനം നാകിലും ഞാൻ വളർന്നോരു ഭക്ത്യ ചരിത്രങ്ങളൊക്കെയും സ്തുതിക്കുന്നതും കേട്ടു കേട്ടുള്ളിലേറ്റം പ്രസാദം തുമ്പേണി ഏറ്റം പ്രസാദം തുമ്പേണമേ തമ്പുരാട്ടി മഹായോഗ നിദ്രാംബുരി കൊണ്ടു പാലാടി മധ്യേ വനീന്ദ്ര പ്രോഘരാം പള്ളികത്തേക്കു മീതെ പരാനന്ദമായി പള്ളി കൊള്ളും വരം പുരുഷൻ തന്റെ കർണപ്രദേശേ മധോർഭക്തി വാചവൂ മധുകൈടവാശ്ചാമി ഭീമാനുവിധാനവാദീശ്വരോ നാമി പത്മസ്ഥിതം പത്മസ്ഥിതം ബ്രഹ്മദേവം കൈലാസാധീശനാം രുദ്രന്റെ ഭൂമാന്തക്കണ്ണിൽ നിന്നും വധിപ്പാൻ പുറപ്പെട്ട ഭീമസ്വരൂപമോ കനൽ കെട്ട വിണ്ണിട്ടു വിണ്ണിട്ടു വാരം പിടിച്ചോരു മൂന്നാം തിരുക്കണ്ണുമന്ത മതിത്തെല്ലുകീറി കടിച്ചങ്ങിനെ വെച്ച പോലെ വിളങ്ങുന്ന ദഷ്ട്രാഗ്രഭംഗിയും തിങ്ങി തിങ്ങിത്തുലോം വട്ടാമൊത്തോരു വാക്കൊണ്ട വീരെ കളിക്കുന്ന മുണ്ടാവരിമാലയും ഘോരഘോരം വരം കൈത്തരം കൊണ്ടിളക്കും പറഞ്ഞോരു വാങ്ങുന്നിറം പൂന്തുകിൽ താക്കും അഗ്രേ കുലിച്ചാ ചില പിന്നെ നാദങ്ങളും കൊണ്ടു ഉഗ്രതാ